നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു ഡീമാറ്റ് അക്കൗണ്ട് ഓൺലൈൻ വഴി ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഇന്ന് വരെ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ചും ഇപ്പോൾ റീസെൻ്റ്ലി ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ എവിടെയും ഒരു ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഞാൻ ഓർത്തു, കാരണം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഇത് ധാരാളം കോമൺ ആയിട്ട് കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. എന്നാൽ നമ്മളുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഒരു ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? നമുക്ക് ഡീമാറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അത് കൂടുതൽ ആളുകൾ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു ഡീമാറ്റ് അക്കൗണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്സ്റ്റോക്സിലാണ്. അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. കാരണം പലരും ഇപ്പോഴും കരുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്നുമാണ് നമ്മൾക്കിത് ചെയ്തു തരുന്നത്. അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കൊണ്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ്, കുറേ തെറ്റായ ധാരണകൾ ഈ ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ ഇപ്പം നമ്മളുടെ ആളുകളുടെ ഇടയിലുണ്ട്. എന്നാൽ ഇതൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് നടന്നിരുന്ന കാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ്റെയും കാര്യം, ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു കാര്യങ്ങളുമില്ല. നമ്മൾക്ക് നമ്മൾക്ക് ഓൺലൈൻ വഴി ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ അപ്സ്റ്റോക്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. നിങ്ങൾക്ക് യാതൊരുവിധ ചാർജസും ഇല്ലാതെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ AMCയും ഇല്ല. പലരും AMC ഇല്ല എന്ന് എടുത്തു പറയാനുള്ള കാരണം, പലരും സീറോ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് പറഞ്ഞാലും ചിലപ്പോൾ ഇയർലി അതിന് ചാർജസ് ഉണ്ടാവും. എന്നാൽ അപ്സ്റ്റോക്സിൽ ഇവിടെ സീറോ AMC ആൻഡ് ചാർജസ് എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വിറ്റി F&O ഓർഡേഴ്സിനൊക്കെ നിങ്ങൾക്ക് 20 റുപ്പീസ് മാത്രമാണ്, അതായത് 20 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ചാർജായിട്ട് വരുന്നത്. ഇതും ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എടുക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഏരിയ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ IPO നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതാണ്. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈവൻ കമ്മോഡിറ്റീസ് വരെ നിങ്ങൾക്ക് കമ്മോഡിറ്റീസും അതുപോലെ തന്നെ കറൻസീസും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ ഒരു ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടുകയും അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് OTP എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടുന്നതാണ്. ആ ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരികയും അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ വിത്ത് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലൊരു OTP ലഭിക്കുന്നതാണ്. ആ OTP നിങ്ങളിവിടെ
ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ജെൻഡർ ഏതാണ്, മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക, നിങ്ങളുടെ ഒക്കുപ്പേഷൻ എന്താണ്, അതായത് നിങ്ങളുടെ ജോലി എന്താണ്, അത് നിങ്ങളുടെ ജോലി എന്താണോ അത് കൊടുക്കാവുന്നതാണ്. ട്രേഡിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പുതിയതായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ഇയർ എന്ന് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ്, ഏത് റേഞ്ചിനകത്തുള്ളതാണ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ. അപ്പോൾ ഡിക്ലറേഷൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ പേ മൈ ടാക്സസ് ഇൻ ഇന്ത്യ, കാരണം അത് നമ്മൾ ഇന്ത്യൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നേച്ചറാണ്. ആ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഡ്രോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് വരികയും അവിടെ തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ട് അവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ ഈ ബോക്സിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷനാണ് ഈ കാണുന്നത്. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജി ലോക്കർ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആധാർ ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഡിജി ലോക്കർ വഴിയാണ് നമ്മളുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. സോ അത് ഇനേബിൾ ചെയ്തുകൊണ്ടുള്ള ഇത് കൊടുക്കുക. അവിടെ നമുക്ക് അന്നേരം ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കേണ്ടതാണ്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതാണ്. അതിവിടെ കൊടുക്കുക. എന്നതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഡിജി ലോക്കറുമായിട്ട് ഇത് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സെക്യൂരിറ്റി പിൻ കൊടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഫൊർഗോട്ട് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇതുവഴി നമ്മളുടെ ഡിജി ലോക്കറിലുള്ള ഇൻഫർമേഷൻസ് ഓട്ടോമാറ്റിക്കലി അപ്സ്റ്റോക്സ് എടുക്കുകയും അതിലൂടെ നമ്മളുടെ വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി നടത്തുകയും ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇനി അതിനുശേഷം നിങ്ങളുടെ ഒരു സെൽഫി എടുക്കണം. നിങ്ങളുടെ ഒരു സെൽഫി എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ തന്നെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾക്ക് സെൽഫി എടുത്ത് നിങ്ങളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് UPI വഴി ലിങ്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന UPI വഴി നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ്. അതിൽ UPI എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇതാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു 1 റുപ്പി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് UPI വഴി മാത്രമല്ല, നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. സോ ഒരു 1 റുപ്പി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി നമ്മളുടെ അക്കൗണ്ട് കൺഫർമേഷൻ ആവുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് പീരീഡ് ഓഫേഴ്സ് വരുന്നതാണ്. നിങ്ങൾ ഞാൻ കൊടുക്കുന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന AMC ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോമിനിയെ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ആരെയാണോ മക്കളെയോ ആരെയാണോ നിങ്ങൾ നോമിനിയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനിയും വൺസ് നോമിനി ആഡ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നോമിനിക്കുള്ള പേഴ്സൻറ്റേജ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നോർമലി അത് 100% എന്നാണ് എല്ലാവരും മെൻഷൻ ചെയ്യുന്നത്. നിങ്ങളും 100 എന്ന് തന്നെ മെൻഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്
നമ്മളുടെ ആപ്ലിക്കേഷൻ ആധാറുമായിട്ട് വെരിഫൈ ചെയ്യുന്ന ഫൈനൽ സ്റ്റെപ്പാണ്. ജസ്റ്റ് കണ്ടിന്യൂ എന്ന് തന്നെ കൊടുത്ത് പുതിയൊരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. അവിടെ നിങ്ങളുടെ എന്താണ് പറയുക, പേര് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ആധാറിലുള്ള അതേ പേര് തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി എന്താണ് പറയുക, ആധാർ നമ്പർ ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ ഡിക്ലറേഷൻ്റെ അവിടെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ എന്താണ് വരിക, സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം OTP നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതും നിങ്ങൾക്ക് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻക്ക് സക്സസ്ഫുള്ളി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതും ഏകദേശം 24 to 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതുമാണ്. അപ്പോൾ എങ്ങനെ അപ്സ്റ്റോക്സിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.